എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നൊന്നും അറിയില്ല. പക്ഷേ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പോലും കൈയൊഴിഞ്ഞ കേസാണ് നിമിഷപ്രിയയുടെ. കേന്ദ്ര ഗവൺമെന്റ് പോലും പറയുന്നത് എന്താണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അവിടെയാണ് ഈ മനുഷ്യൻ ഇടപെടുന്നത്. കാന്തപുരം ഉസ്താദ് മാനുഷിക പരിഗണന വെച്ച്, അല്ലെങ്കിൽ മനുഷ്യനാദ്യത്തിന്റെ പേരിൽ ആ മനുഷ്യൻ ഇടപെടുകയാണ്. എങ്ങനെയെങ്കിലും നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പെണ്ണിനെ ആ കൊലക്കയറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, യമനിൽ നിന്ന്. അവിടെയാണ് ഇവനെയൊക്കെ പോലുള്ള വർഗീയത മൂത്ത തായോളികൾ വന്നിട്ട് കമന്റ് ഇടുന്നത്. എന്താ കമന്റ് എന്ന് കണ്ടില്ല? ഇതിലും ഭേദം അവള് മരിക്കുന്നതാണ്. അതായത് കാന്തപുരം ഉസ്താദ് ഇടപെട്ട് അവള് രക്ഷപ്പെടണ്ട, അവള് മരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇത്രയും വർഗീയത മൂത്ത ഇവനെയൊക്കെ എന്താ പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യഗണത്തിൽ പോലും കൂട്ടാൻ പറ്റാത്ത ജാതികളാണ് ഇവൻ. എത്രത്തോളം വർഗീയത ഉണ്ടാവും ആ മനസ്സിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പോലും കൈമലർത്തി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. യമനില് നമ്മുടെ ഇന്ത്യൻ എംബസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ആരുടെ അടുത്ത് പോയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുക? അവിടെ ഇവരെ പോലുള്ള മത നേതാക്കന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ചർച്ചകൾ നടക്കുകയാണെന്നാണ് പറയുന്നത്. ഈ മരണപ്പെട്ട തലാലിന്റെ സഹോദരനും ഇന്ന് ചർച്ചയിലുണ്ടെന്നാണ് അറിയുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മറ്റ് കൊലപാതകങ്ങൾ പോലെയല്ല നിമിഷപ്രിയയുടെ കേസ്. വളരെ ഭയങ്കരമായൊരു കൊലയാണ് നിമിഷപ്രിയ നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചാലും അതൊരു കൊലപാതകം തന്നെയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തൊരു കൊലപാതകം. അവിടെ നിന്നാണ് ഈ പെൺകുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരേണ്ടത്. ഒരുപാട് കടമ്പകളുണ്ട്. രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഇവനെയൊക്കെ പോലുള്ള വർഗീയവാദികളൊക്കെ ഉണ്ടല്ലോ, ഇവനൊന്നും രക്ഷപ്പെടാൻ പാടില്ല. സ്പോട്ടിൽ തീരണം. അല്ലാതെ എന്ത് പറയാനാണ്? എല്ലാവരും, സർക്കാർ പിടിപാടുകളുള്ള ഒരുപാട് ആൾക്കാർ കൈയൊഴിഞ്ഞ കേസ് ആ മനുഷ്യൻ ഇടപെട്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇടപെട്ടപ്പോൾ ഇവനെ പോലുള്ള വർഗീയ അതിൻ്റെ മോൻ വന്നിട്ട് ഇട്ട കമന്റാണ്, കണ്ടില്ലേ? ഇയാളെ പോലുള്ളവർ ഇടപെട്ട് അവൾ രക്ഷപ്പെടുന്നതിലും നല്ലത് അവൾ മരിക്കുന്നതാണ്. ഇതാണ് ഇവന്റെയൊക്കെ മനസ്സ്. അദ്ദേഹം മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ അല്ലെങ്കിൽ വർഗം നോക്കിയിട്ടോ ഒന്നുമല്ല, മാനുഷിക പരിഗണന കൊണ്ട് മാത്രം. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ അറബ് രാജ്യങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ പിടിപാട്. ആ പിടിപാടിൽ ചിലപ്പോൾ നിമിഷപ്രിയ രക്ഷപ്പെട്ടേക്കാം. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിധി നടപ്പിലാക്കാൻ. ജൂലൈ 16 വിധി നടപ്പിലാക്കുമെന്ന് യമൻ കോടതി ശരിവെച്ചതാണ്. പ്രാർത്ഥിക്കാം നമുക്ക് രക്ഷപ്പെടട്ടെ എന്ന്. കാരണം നിമിഷപ്രിയയെ ഓർത്തല്ല, ഒരു പാവപ്പെട്ട അമ്മേനെയും ഒരു പിഞ്ചു കുഞ്ഞിനെയും ഓർത്ത് നമുക്ക് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ വേറൊന്നും പറയാനില്ല. പക്ഷേ ഈ വർഗീയ തായോളികളെ എന്താണ് പറയേണ്ടതെന്ന് ഇന്നും ലോകം കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാതെ എന്ത് പറയാനാണ് ഇവനെയൊക്കെ, അല്ലേ?